ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ മിഷൻ PSC. ഞാൻ ശ്രീജ സി സുന്ദർ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചാണ്. എല്ലാ PSC എക്സാമിനും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും സാധിക്കും. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക, ആത്മാർത്ഥമായി തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. വന്യജീവി സങ്കേതങ്ങൾ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാറാണ് അല്ലെ. ഏതാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം? പെരിയാർ വന്യജീവി സങ്കേതമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും ഏത് തന്നെയാണ്? പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം അല്ലെ, അതും പെരിയാറാണ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതവും കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും ഏത് തന്നെയാണ്? പെരിയാറാണ്. ഈ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേരെന്താണ്? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി ആണ് അല്ലെ. പഴയ പേരെന്താണ്? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി ആണ്. അപ്പോൾ നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിൽ പണ്ട് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. അതുപോലെ തന്നെ തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിലും ഏതറിയപ്പെടുന്നുണ്ട്? ഈ പെരിയാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്നുണ്ട് അല്ലെ. അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേരെന്ന് പറയുന്നത് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി ആണ്. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിലും ഏതറിയപ്പെടുന്നുണ്ട്? പെരിയാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്നുണ്ട്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രവും ഏത് തന്നെയാണ്? പെരിയാറാണ്. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രവും ഏത് തന്നെയാണ്? പെരിയാറാണ്. ഈ പെരിയാർ വന്യജീവി സങ്കേതത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 1978 1978 വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു പോയിന്റ്, ഇന്ത്യയിലെ 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ എന്നതാണ് കേട്ടോ. ഇന്ത്യയിലെ 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ്. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രവും ഇന്ത്യയിലെ 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രവുമാണ് പെരിയാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രോജക്റ്റ് എലിഫന്റ് അല്ലെ, 1992 പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗങ്ങൾ പ്രോജക്റ്റ് എലിഫന്റിന്റെ പരിധിക്കുള്ളിൽ ഉൾപ്പെടുത്തി. അപ്പോൾ പ്രോജക്റ്റ് എലിഫന്റിന്റെ പരിധിക്കുള്ളിൽ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗങ്ങൾ വന്നത് എപ്പോഴാണ്? 1992 1992. അതുപോലെ മംഗളാദേവി ക്ഷേത്രം അല്ലെ, പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയമാണ് ഏതെന്ന് പറയുന്നത്? മംഗളാദേവി ക്ഷേത്രം എന്ന് പറയുന്നത്. പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയം ഏതാണ്? മംഗളാദേവി ക്ഷേത്രമാണ്. ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മംഗളാദേവി ക്ഷേത്രമാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതവും ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും പെരിയാറാണ്. ഈ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേരെന്താണ്? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി ആണ് അല്ലെ. അതുപോലെ തന്നെ തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രവും ഇന്ത്യയിലെ 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രവും ഏത് തന്നെയാണ്? പെരിയാറാണ്. എപ്പോഴാണ് പെരിയാറിനെ കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ചത്? 1978. അതുപോലെ പ്രോജക്റ്റ് എലിഫന്റിന്റെ പരിധിക്കുള്ളിൽ പെട്ടത് എപ്പോഴാണ്? 1992. ഈ പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയം ഏതാണ്? മംഗളാദേവി ക്ഷേത്രമാണ്. മംഗളാദേവി ക്ഷേത്രമാണ്. ഇനി കേരളത്തിലെ 2ാമത്തെ വലിയ വന്യജീവി സങ്കേതം ഏതാണ്? വയനാട് വന്യജീവി സങ്കേതമാണ് അല്ലെ. കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതമാണ്. ഈ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരെന്താണ്? മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. അപ്പോൾ മുത്തങ്ങ വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് വന്യജീവി സങ്കേതമാണ്? വയനാട് വന്യജീവി സങ്കേതമാണ് കേട്ടോ. മാറിപ്പോവരുത്. പെരിയാർ വന്യജീവി സങ്കേതം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? തേക്കടിയാണ് അല്ലെ. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് പെരിയാറാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? വയനാട് വന്യജീവി സങ്കേതമാണ്. ഇനി വയനാട് വന്യജീവി സങ്കേതം എപ്പോഴാണ് നിലവിൽ വന്നത്? 1973. 1973. വർഷം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓരോ വന്യജീവി സങ്കേതത്തിന്റെയും വർഷവും അത് ഏത് ജില്ലയിലാണെന്നുള്ളതും കൃത്യമായി തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ 1973 വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതവും ഏത് തന്നെയാണ്? വയനാടാണ് അല്ലെ. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതം ഏതാണ്?
വയനാട് വന്യജീവി സങ്കേതമാണ്. ഇനി വയനാട് വന്യജീവി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? വയനാട് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് വയനാട് വന്യജീവി സങ്കേതത്തിന്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മറ്റ് വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. തമിഴ്നാട്ടിലെ മുതുമല വന്യജീവി സങ്കേതം, തമിഴ്നാട്ടിലെ മുതുമല വന്യജീവി സങ്കേതവും കർണാടകയിലെ ബന്ദിപ്പൂരും നാഗർഹോളയും. ഏതൊക്കെയാണ്? തമിഴ്നാട്ടിലെ മുതുമല വന്യജീവി സങ്കേതവും കർണാടകത്തിലെ ബന്ദിപ്പൂരും നാഗർഹോളയും ഏത് വന്യജീവി സങ്കേതത്തിന്റെ സമീപത്തായാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് വന്യജീവി സങ്കേതത്തിന്റെ സമീപത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് വയനാട് വന്യജീവി സങ്കേതമാണ്. ഈ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരെന്താണ്? മുത്തങ്ങ വന്യജീവി സങ്കേതം അല്ലെ? മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. ഇത് എപ്പോഴാണ് നിലവിൽ വന്നത്? 1973. അതുപോലെ തന്നെ നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതമാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതം ഏതാണ്? വയനാട് വന്യജീവി സങ്കേതമാണ്. ഇനി ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ്. അതുപോലെ തന്നെ ഏതൊക്കെ വന്യജീവി സങ്കേതങ്ങളാണ് ഇതിന്റെ സമീപത്തായിട്ടുള്ളത്? തമിഴ്നാട്ടിലെ മുതുമല വന്യജീവി സങ്കേതവും കർണാടകത്തിലെ ബന്ദിപ്പൂരും നാഗർഹോളയും. ഇനി കേരളത്തിന്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശം ഏതാണ്? കേരളത്തിന്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശം ഏതാണ്? ചിന്നാറാണ്. ഏതാണ്? ചിന്നാറാണ്. അപ്പോൾ കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ഏതാണ്? ചിന്നാറാണ്. ഈ ചിന്നാറിൽ ചോദിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം ഏതാണ്? വെള്ള കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വന്യജീവി സങ്കേതം. എന്താണ്? വെള്ള കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ചിന്നാർ വന്യജീവി സങ്കേതമാണ്. അതുപോലെ തന്നെ ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം. ഇതും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമ എന്നിവ കാണപ്പെടുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണ്? ചിന്നാറിലാണ്. ചിന്നാറിലാണ്. ഈ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പാമ്പാറാണ്. ചിന്നാറും പാമ്പാറും അല്ലെ? ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പാമ്പാറാണ്. പാമ്പാറാണ്. ഇനി കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? പറമ്പിക്കുളമാണ് അല്ലെ? ഏതാണ്? പറമ്പിക്കുളമാണ്. ഇന്ത്യയിലെ 38ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രവും കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രവുമാണ്. ഏതെന്ന് പറയുന്നത്? പറമ്പിക്കുളം എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് പ്രഖ്യാപിച്ചത്? 2010 കേട്ടോ. വർഷം ഇമ്പോർട്ടന്റ് ആണ്. 2010. അപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രവും ഇന്ത്യയിലെ 38ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രവും ഏതാണ്? പറമ്പിക്കുളമാണ്. എപ്പോഴാണ് പ്രഖ്യാപിച്ചത്? 2010. 2010. അപ്പോൾ പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത് എപ്പോഴാണ്? 1973. എപ്പോഴാണ്? 1973. ഇതിന്റെ ആസ്ഥാനം ഏതാണ്? തുണക്കടവാണ് കേട്ടോ. ഏതാണ്? തുണക്കടവാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തുണക്കടവിലാണ്. ഇനി പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് അല്ലെ? എന്താണ്? തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളമാണ്. അപ്പോൾ കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാറാണ്. ഈ ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് വെള്ള കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ? അതുപോലെ തന്നെ ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമ എന്നിവയൊക്കെ കാണപ്പെടുന്നതും ചിന്നാറിലാണ് കേട്ടോ. ഈ ചിന്നാറിന്റെ സമീപത്തിലൂടെ അല്ലെങ്കിൽ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പാമ്പാറാണ്. പാമ്പാറാണ്. അതുപോലെ കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ എത്രാമത്തെയാണ്? 38ാമത്തെയാണ് അല്ലെ? എപ്പോഴാണ് പ്രഖ്യാപിച്ചത്? 2010. 2010. ഈ പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത് എപ്പോഴാണ്? 1973. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? തുണക്കടവാണ് അല്ലെ? തുണക്കടവാണ്. ഈ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ്. ഇനി കേരളത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ആറളമാണ്. ഏതാണ്? ആറളമാണ്. ഈ ആറളം കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ. ആറളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ കേരളത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ആറളം എന്ന് പറയുന്നത്. ഈ ആറളം ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. അതുപോലെ തന്നെ കർണാടകയിലെ കുടക് അല്ലെങ്കിൽ
കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതവും ഏത് തന്നെയാണ്? ആറളമാണ്. കർണാടകയിലെ കുടക് വന്യജീവി സങ്കേതവുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതവും ഏത് തന്നെയാണ്? ആറളമാണ്. അപ്പോൾ കേരളത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ആറളം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? നെയ്യാറാണ്. ഏതാണ്? നെയ്യാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇനി കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എവിടെയാണ്? മരംകുന്നം ദ്വീപിലാണ്. എവിടെയാണ്? മരംകുന്നം ദ്വീപിലാണ്. അപ്പോൾ കേരളത്തിന്റെ വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ആറളവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം നെയ്യാറുമാണ്. ഇനി ഒരു പ്രത്യേക സസ്യവർഗത്തിന്റെ പേരിൽ സ്ഥാപിതമായ ഉദ്യാനം ഏതാണ്? കുറിഞ്ഞിമലയാണ് അല്ലെ. ഏതാണ്? കുറിഞ്ഞിമലയാണ്. നമുക്കറിയാം വംശനാശ ഭീഷണി നേരിടുന്ന നീലക്കുറിഞ്ഞി അല്ലെ. നീലക്കുറിഞ്ഞിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഉദ്യാനം ഏതാണ്? കുറിഞ്ഞിമലയാണ്. 2006 സ്ഥാപിച്ചിരിക്കുന്നത്. എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. കുറിഞ്ഞിമല എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ ഒരു പ്രത്യേക സസ്യവർഗത്തിന്റെ പേരിൽ സ്ഥാപിതമായ ഉദ്യാനമാണ് കുറിഞ്ഞിമല എന്ന് പറയുന്നത്. അതുപോലെ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ക്ഷെന്തുരുണിയാണ് അല്ലെ. കൊല്ലം ജില്ലയിലെ ക്ഷെന്തുരുണിയാണ്. ഈ ക്ഷെന്തുരുണി മരത്തിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഗ്ലുട്ട ട്രാവൻകൂറിക്കയാണ്. അത് പഠിച്ചു വെക്കണം. ഗ്ലുട്ട ട്രാവൻകൂറിക്ക എന്നറിയപ്പെടുന്നത് ഏത് മരമാണ്? ക്ഷെന്തുരുണി മരമാണ്. ഇത് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയിലാണ്. ഇനി റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? റീഡ് തവളകൾ കാണപ്പെടുന്നത് കേരളത്തിലെ ഏത് പ്രദേശത്തിലാണ്? കക്കയത്തിലാണ്. എവിടെയാണ്? കക്കയത്തിലാണ്. ഈ കക്കയം മലബാർ വന്യജീവി സങ്കേതത്തിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം വരുന്നതും. റീഡ് തവളകൾ കാണപ്പെടുന്നത് കേരളത്തിലെ ഏത് പ്രദേശത്തിലാണ്? കക്കയത്തിലാണ്. ഈ കക്കയം എവിടെയാണ്? മലബാർ വന്യജീവി സങ്കേതത്തിലാണ്. ഇനി കേരളത്തിലെ 18ാമത്തെ വന്യജീവി സങ്കേതം ഏതാണ്? കരിമ്പുഴയാണ്. മലപ്പുറം ജില്ലയിലെ കരിമ്പുഴയാണ് അല്ലെ. അപ്പോൾ ഒരു പ്രത്യേക സസ്യവർഗത്തിന്റെ പേരിൽ സ്ഥാപിതമായ ഉദ്യാനമാണ് കുറിഞ്ഞിമല എന്ന് പറയുന്നത്. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ക്ഷെന്തുരുണിയാണ്. ഈ ക്ഷെന്തുരുണി മരത്തിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഗ്ലുട്ട ട്രാവൻകൂറിക്കയാണ്. അതുപോലെ റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം എന്ന് പറയുന്നത് കക്കയമാണ് കേട്ടോ. കക്കയമാണ്. കേരളത്തിലെ 18ാമത്തെ വന്യജീവി സങ്കേതമാണ് മലപ്പുറം ജില്ലയിലെ കരിമ്പുഴ എന്ന് പറയുന്നത്. അപ്പോൾ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാ പോയിന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതുകൊണ്ട് എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. ആത്മാർത്ഥമായി തന്നെ പഠിക്കുക കേട്ടോ. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.